ഈ ക്യാമറ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണോ അല്ലെന്ന് ചോദിച്ച് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഫോണിൽ വെഡിങ് ഷൂട്ട് ചെയ്തതിൻ്റെ പാർട്ടായിട്ട് എനിക്ക് കിട്ടിയതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. പുള്ളി എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി തന്ന ക്യാമറയാണ്. വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി അത് തിരിച്ച് ആവശ്യപ്പെടുകയും ഞാൻ അത് തിരിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹായ് ഹലോ നമസ്കാരം, ഞാൻ അനിൽ ചന്തൂച്ചിറ. നമ്മളപ്പോൾ ഈ കണ്ട വീഡിയോ എന്ന് പറയുന്നത് അഡ്വഞ്ചർ സുബിൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ സുബിന്റെ വീഡിയോ ആണ് നമ്മൾ ഈ കണ്ടത്. ഈ പയ്യൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കല്യാണ വർക്ക് ചെയ്ത് മൊബൈലിലെടുത്തത് വൈറലായതിനു ശേഷം അങ്ങനെ നമ്മുടെ നന്മ ഈ പയ്യൻ ഒരു കമന്റ് എഴുതുകയും അതിനുശേഷം ആ പയ്യനെ കോൺടാക്ട് ചെയ്യുകയും വിളിച്ചുകൊണ്ട് പോയി ഒരു ക്യാമറയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ആ പയ്യന് ക്യാമറ കൊടുത്തതിന് ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞതാണ്. പക്ഷെ നമ്മളൊന്നും അറിയാത്ത ഒരു രഹസ്യം ഇതിനകത്ത് ബാക്കിയുണ്ടായിരുന്നു. ഈ പയ്യൻ ആ ക്യാമറ ഉപയോഗിച്ച് പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് ആ പയ്യനൊന്ന് റീച്ചായി വരുന്നത് കണ്ടപ്പോൾ ഈ ക്യാമറ തിരിച്ചു വാങ്ങി. ഏകദേശം ഒരാഴ്ചയോളം ആ പയ്യൻ. ഇപ്പൊ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് ഞാൻ വാങ്ങിയ ക്യാമറ ഒരു സോണി M4 ഞാൻ കുറച്ച് ദിവസം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുള്ളി വാങ്ങിച്ചെന്ന ക്യാമറയാണോ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല, ഞാനത് പൈസ കൊടുത്ത് വാങ്ങിച്ച ക്യാമറയാണ്. ഞാൻ അതിലാണ് വർക്ക് എടുക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആലും അത് മേടിച്ചതിനൊരു കാരണം പറയുന്നുണ്ട്. ഞാൻ ആ ക്യാമറ നിനക്ക് തന്നത് എൻ്റെ വർക്കുകൾ ചെയ്യാനാണ്, അല്ലാതെ നിന്റെ കാര്യത്തിന് വേണ്ടിയല്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോ പ്രചരിപ്പിച്ച് അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താനും ഈ പയ്യൻ പറ്റിക്കപ്പെടുകയാണ് അവിടെ ചെയ്തത്. ഈ നമ്മളെല്ലാവർക്കും ഇപ്പോഴും അറിയാവുന്ന ആ പയ്യന് ക്യാമറ കൊടുത്തെന്ന് തിരിച്ചു വാങ്ങി നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ വിചാരിച്ചിരുന്ന ആ ബാക്കിലൊരു വീട് കാണുന്നുണ്ട്, ഒരു പുതിയ വീടാണ്. അത് ആ അമ്മയ്ക്ക് വെച്ചു കൊടുത്തതിന് ശേഷമാണ് ഈ സാമ്പത്തിക വിഷയമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അത് അങ്ങനെ അല്ലായിരുന്നു. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആ അമ്മയുടെ പേരിൽ ഒരു പിരിവ് നടത്തുകയും QR കോഡ് വെട്ടിപ്പ് നടത്തുകയൊക്കെ ചെയ്തതിന്റെ പേരിലുള്ള ചോദ്യം ചെയ്യലും സംസാരവും ഒക്കെ ആയിരുന്നു പിന്നീട് അവിടെ നടന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വിവാദ വീഡിയോ നമ്മൾ വേറെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ 97,000 രൂപയുടെ ഡ്രസ്സൊക്കെ എടുത്തെന്നും പറഞ്ഞ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ വെച്ച് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇദ്ദേഹമാണ് ചാരിറ്റി തട്ടിപ്പ് നടത്തുന്നത് 100% ഉറപ്പിക്കാൻ പറ്റും. കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു ക്യാമറ കൊടുക്കുന്നു, രഹസ്യമായി തന്നെ അത് തിരിച്ചു വാങ്ങും. ആ പയ്യൻ ഒരു ക്യാമറ വാങ്ങി അവന്റെ ഫാഷനുമായി അവൻ മുമ്പോട്ട് പോകുമ്പോഴും അവന്റെ വീഡിയോകൾ അല്ലെ ഫോട്ടോകൾ കാണുമ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നത് ഷാലുപ്പയോട് വാങ്ങിയ ക്യാമറ അല്ലേ എന്നാണ്. സത്യത്തിൽ അതല്ല. അതാണ് അവനെ വിഷമിപ്പിക്കുന്നത്. അവന് കൊടുത്ത സാധനം തിരിച്ചു വാങ്ങിയിട്ടും സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ ഇന്നും അത് റിമൂവ് ആകാതെ കിടക്കുന്നത് കാരണം എല്ലാവരുടെയും തെറ്റിദ്ധാരണ ഈ ക്യാമറ ഷാലുപ്പയോട് വാങ്ങിക്കൊടുത്താണെന്ന്. അങ്ങനെയല്ല, ആ പയ്യൻ സ്വന്തമായി മേടിച്ചൊരു ക്യാമറയാണ്. സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായി ഒരു ക്യാമറ വാങ്ങുമ്പോഴും അത് മറ്റൊരാൾ മേടിച്ചു കൊടുത്ത് ദാനമാണെന്ന് കേൾക്കുമ്പോൾ ആ പയ്യനുണ്ടാവുന്ന വിഷമം അത് വേറൊന്നു തന്നെ. ഒരു ക്യാമറ വാങ്ങിക്കൊടുത്ത വീഡിയോ സമൂഹ മാധ്യമത്തിൽ ചെയ്തപ്പോൾ അതുപോലെ തന്നെ അത് തിരികെ വാങ്ങിയപ്പോൾ അതിന്റെ കാരണങ്ങൾ ബോധിപ്പിച്ച ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. അതുപോലെ പല വിഷയങ്ങളും കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സാമൂഹിക പ്രവർത്തകനാണോ അതോ ചാരിറ്റി തട്ടിപ്പുകാരനാണോ എന്ന് പൊതുജനങ്ങൾക്ക് തന്നെ ഒരു സംശയം തോന്നുന്നു. ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പൊതുജനം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ആ അവസ്ഥ നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും.